ശ്രീ എം എഴുതിയ അദ്ദേഹത്തിന്റെ ആത്മകഥയായ ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിലെ യോഗി ഗോപാലസ്വാമിയുമായുള്ള കൂടിക്കാഴ്ച എന്ന 4ാമത്തെ അധ്യായമാണ് ഇവിടെ വിവരിക്കുന്നത്. കഴിഞ്ഞ ഭാഗങ്ങൾ കണ്ടുകാണുമെന്ന് കരുതുന്നു. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് യോഗി ഗോപാലസ്വാമിയെ ആദ്യമായി കണ്ട സംഭവത്തെക്കുറിച്ചാണ്. അദ്ദേഹം ആത്മീയമായി ഉയർന്ന നിലയിലെത്തിയ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വളരെ ദൂരെയായിരുന്നില്ല. അന്നത്തെ സമയത്ത് ഞാൻ 5ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയിരുന്നു. ഞാൻ മുമ്പ് പഠിച്ചിരുന്ന ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് എന്ന സ്കൂളിൽ 5ാം ക്ലാസ്സിന് ശേഷം ആൺകുട്ടികൾക്ക് പഠിക്കാൻ അവസരമുണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ ഞാൻ തുടർന്ന് പഠിക്കാൻ മോഡൽ സ്കൂളിൽ ചേർന്നു. ഈ സ്കൂൾ ആദ്യം ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനായ മിസ്റ്റർ ക്ലാർക്ക് ആരംഭിച്ചതായിരുന്നു. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സർക്കാർ അതിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്തു. ചുവന്ന ഇഷ്ടികയും ഗ്രാനൈറ്റും ഉപയോഗിച്ച് നിർമ്മിച്ച വലിയ കെട്ടിടമായിരുന്നു ആ സ്കൂൾ. വിശാലമായൊരു മൈതാനവും അവിടെ ഉണ്ടായിരുന്നു. പഠനത്തിന് പുറമെ സംഗീതം, നാടകം, കലകൾ, കൈത്തൊഴിൽ പരിശീലനം എന്നിവയ്ക്കും അവിടെ പ്രത്യേക പ്രാധാന്യം നൽകിയിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഏകദേശം 3 മുതൽ 4 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ പല കുട്ടികളും നടന്നു സ്കൂളിലേക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു. ഞാനും ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു. വഴിയിലുടനീളം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും തമാശകൾ പറയുകയും ചെയ്തുകൊണ്ടായിരുന്നു യാത്ര. അവിടെ 2 സഹോദരന്മാരുണ്ടായിരുന്നു. അവർ എൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ അകലെയാണ് താമസിച്ചിരുന്നത്. അവർ നല്ല സ്വഭാവമുള്ളവരും പഠനത്തിൽ വളരെ ശ്രദ്ധിക്കുന്നവരുമായിരുന്നു. അവരുടെ അച്ഛൻ്റെ പേര് അനന്തനാരായണ പിള്ള എന്നായിരുന്നു. അദ്ദേഹം പോലീസ് വകുപ്പിൽ ജോലി ചെയ്തിരുന്നെങ്കിലും പിന്നീട് വിരമിച്ചു. അമ്മയുടെ പേര് കമലമ്മ. വളരെ സ്നേഹമുള്ള സ്ത്രീയായിരുന്നു അവർ. 2 സഹോദരന്മാരെക്കുറിച്ച് പറഞ്ഞല്ലോ. അതിൽ മൂത്ത സഹോദരന്റെ പേര് മാർത്താണ്ഡ പിള്ള. എല്ലാവരും അവനെ പെരിയ തമ്പി എന്ന് വിളിച്ചു. ഇളയ സഹോദരന്റെ പേര് ശിവാനന്ദ പിള്ള. അവനെ ചിന്ന തമ്പി എന്ന് വിളിച്ചു. മാർത്താണ്ഡ പിള്ള പിന്നീട് നല്ലൊരു ഡോക്ടറായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജറി വിഭാഗത്തിന്റെ തലവനായി അദ്ദേഹം ജോലി ചെയ്തിരുന്നു. ചിന്നതമ്പി പിന്നീട് എഞ്ചിനീയറായി. ഇന്നവർ വലിയ സ്ഥാനങ്ങളിലെത്തിയെങ്കിലും അവരുടെ ബാല്യകാലം വളരെ ലളിതമായിരുന്നു. അവരുടെ വീട്ടിൽ പോലും വൈദ്യുതി ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ അവർ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലായിരുന്നു പഠിച്ചിരുന്നത്. അവരുടെ വീട് വലിയ പുരയിടമുള്ള ഒരു ചെറിയ വീടായിരുന്നു. അവിടെ അവരുടെ അച്ഛൻ വെട്ടുകട്ടികളും വിറകും വിൽക്കുന്ന ചെറിയ വ്യാപാരം നടത്താറുണ്ടായിരുന്നു. ആ സമയത്ത് വീടുകളിൽ പാചകത്തിനായി വിറകാണ് കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. ഞങ്ങളുടെ വീട്ടുകാർ അവരിൽ നിന്ന് വിറക് വാങ്ങാൻ തുടങ്ങിയതോടെ 2 കുടുംബങ്ങളും തമ്മിൽ പരിചയമുണ്ടായി. പിന്നീടത് നല്ല സൗഹൃദമായി മാറി. അങ്ങനെ ഞാൻ ദിവസവും പെരിയ തമ്പിയുടെയും ചിന്ന തമ്പിയുടെയും വീട്ടിൽ പോകാൻ തുടങ്ങി. അവിടെ നിന്നാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയും മടങ്ങിവരികയും ചെയ്തിരുന്നത്. അവരുടെ അമ്മ കമലമ്മ എന്നെ വളരെ സ്നേഹിച്ചിരുന്നു. അന്ന് ഞാൻ ചെറുപ്പക്കാരനായിരുന്നെങ്കിലും കവിൾ ചുവന്നു തുടുത്തിരിക്കുമായിരുന്നു. രാവിലെ അവരുടെ വീട്ടിലെത്തുമ്പോൾ അവരെൻ്റെ കവിൾ തട്ടിക്കൊണ്ട് തമാശയായി പറയുമായിരുന്നു, "അയ്യോ, ഈ കുഞ്ഞിൻ്റെ മുഖം തക്കാളി പോലെ ചുവന്നുപോയെന്നോ." അവരുടെ വീട്ടിൽ വലിയ കുടുംബമായിരുന്നു. 2 സഹോദരന്മാരോടൊപ്പം ഗോപാൽ എന്ന മറ്റൊരിളയ സഹോദരനുമുണ്ടായിരുന്നു. കൂടാതെ അവരുടെ അച്ഛനും അമ്മയും സഹോദരിമാരും എല്ലാവരും ആ വീട്ടിൽ താമസിച്ചു. ഈ കുടുംബവുമായി ഉണ്ടായ പരിചയമാണ് പിന്നീടെന്നെ യോഗി ഗോപാലസ്വാമിയെ കാണുന്ന അവസരത്തിലേക്ക് നയിച്ചത്. അത് സംഭവിച്ചത് ഒരു ദിവസം വൈകുന്നേരമാണ്. ആ സമയത്ത് കണക്ക് വിഷയത്തിൽ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനാൽ അവരുടെ ബന്ധുവായ രാമസ്വാമി സാർ എനിക്ക് ട്യൂഷൻ എടുത്തുകൊടുക്കാൻ തയ്യാറായി. ആഴ്ചയിൽ 3 ദിവസം ഞാൻ അവരുടെ വീട്ടിൽ പോയി പഠിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം പുസ്തകങ്ങളുമായി ഞാൻ ട്യൂഷനായി അവരുടെ വീട്ടിലെത്തി. അപ്പോൾ രാമസ്വാമി സാർ വാതിലിനൽക്ക് നിൽക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, "ഇന്ന് ക്ലാസ് ഉണ്ടാവില്ല, നാളെ വന്നാൽ മതി." അത് കേട്ട് ഞാൻ സന്തോഷിച്ചു. കാരണം അന്ന് വീട്ടിലേക്ക് പോയി കളിക്കാമല്ലോ. എങ്കിലും ഞാൻ പെരിയ തമ്പിയും ചിന്ന തമ്പിയും എവിടെയാണെന്ന് ചോദിച്ചു. അവർ വീട്ടിനുള്ളിൽ എന്തോ കാര്യങ്ങളിൽ തിരക്കിലാണെന്ന് പറഞ്ഞു. അകത്തെന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള കൗതുകം എനിക്കുണ്ടായി. അപ്പോൾ വീട്ടിനുള്ളിൽ നിന്ന് ഒരു മനോഹരമായ സുഗന്ധം പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. കൂടാതെ ചിലർ വളരെ മന്ദസ്വരത്തിൽ എന്തോ സംസാരിക്കുന്നതും കേൾക്കാനായി. അല്പസമയത്തിന് ശേഷം വീട്ടിലുള്ളവരെല്ലാവരും പുറത്തേക്ക് വന്നു. ഞാൻ ചോദിച്ചു, "ഇവിടെ എന്താണ് നടക്കുന്നത്? നല്ലൊരു സുഗന്ധം വരുന്നു." അവർ തമ്മിലൊന്ന് നോക്കി. ഒടുവിൽ കമലമ്മ പറഞ്ഞു, "ഒരു സ്വാമി വന്നിട്ടുണ്ട്. നിനക്കും അദ്ദേഹത്തെ കാണണോ?" സ്വാമി എന്ന വാക്ക് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന സ്വാമി ആരാണ് എന്നെനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഉള്ളിലൊരു കൗതുകം തോന്നി.
ഞാൻ ഉടനെ പറഞ്ഞു, കാണണം, എനിക്ക് അദ്ദേഹത്തെ കാണണം. ശ്രീ അനന്തനാരായണൻ എന്നോട് പറഞ്ഞു, അല്പം കാത്തിരിക്കൂ. അദ്ദേഹം അകത്തേക്ക് പോയി. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു പറഞ്ഞു, ഇപ്പോൾ അകത്തേക്ക് വരാം. ഞാൻ വീട്ടിനുള്ളിലേക്ക് കടന്നു. ചെറിയ മുറിയുടെ നടുവിൽ ഒരു പ്രായം ചെന്ന ആളാണ് കസേരയിലിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലുകൾ മുന്നിൽ വെച്ചിരുന്ന ചെറിയ പീഠത്തിന്മേലായിരുന്നു. നീല നിറത്തിലുള്ള ഒരു ഷർട്ടും വെളുത്ത മുണ്ടുമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. ആദ്യം നോക്കുമ്പോൾ സാധാരണ ഒരാളായി തന്നെയായിരുന്നു തോന്നിയത്. എന്നാൽ അദ്ദേഹം ഇരിക്കുന്ന രീതിയിൽ ഒരു പ്രത്യേക ഗൗരവമുണ്ടായിരുന്നു. മുടി ചെറുതായി വെട്ടിയതായിരുന്നു. മുഖത്ത് കുറച്ചു ദിവസമായി ഷേവ് ചെയ്യാത്തതിൻ്റെ അടയാളമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളായിരുന്നു. അത് വളരെ തീവ്രമായ ഒരു ദൃഷ്ടിയായിരുന്നു. അദ്ദേഹം എന്നെ നോക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ എല്ലാം കണ്ടുപിടിക്കുമെന്ന പോലെ തോന്നി. അദ്ദേഹത്തിൻ്റെ നോട്ടം എന്നിലൂടെ അകത്തേക്ക് കടന്നുപോകുന്ന പോലെ അനുഭവപ്പെട്ടു. എനിക്ക് അന്ന് മനസ്സിൽ തോന്നിയത് ഇതായിരുന്നു: ഈ മനുഷ്യൻ എൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നുവോ? അപ്പോഴേക്കും അദ്ദേഹം സ്നേഹത്തോടെ പുഞ്ചിരിച്ചു പറഞ്ഞു, വാ, ഇവിടെ വരൂ. അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ മൃദുവായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. കസേരയുടെ കൈപ്പിടിയിൽ പിടിച്ചു നിന്നു. അദ്ദേഹം തൻ്റെ വലതു കൈ നീട്ടി എൻ്റെ നെറ്റിയിൽ അല്പം സ്പർശിച്ചു. അത് ഒരു നിമിഷം മാത്രം നീണ്ടു. അതിനുശേഷം എൻ്റെ ശരീരമൊട്ടാകെ ഒരു അവ്യക്തമായ ആനന്ദം പടർന്നു. ഇതുവരെ ഞാൻ അനുഭവിച്ചിരുന്ന ഏതൊരു അനുഭവത്തിലും നിന്നും അത് വ്യത്യസ്തമായിരുന്നു. ആ നിമിഷം മനസ്സിനുള്ളിലൊരു വലിയ സമുദ്രം അലയടിച്ചിരുന്നുവെങ്കിൽ അത് പെട്ടെന്ന് ശാന്തമായതുപോലെ തോന്നി. എല്ലാം വളരെ ശാന്തമായി. പുറത്തുള്ള ശബ്ദങ്ങളൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഉള്ളിലെവിടെയോ ഒരു ജപധ്വനി കേൾക്കുന്നതുപോലെ അനുഭവപ്പെട്ടു. അറിയാതെ തന്നെ എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. എനിക്കവിടെ ഇരിക്കണമെന്ന തോന്നലുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പതുക്കെ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ ആരോ പറഞ്ഞു, സ്വാമിയുടെ പാദങ്ങളിൽ നമസ്കരിക്കൂ. അപ്പോൾ ഞാൻ വാതിൽക്കലെത്തിയിരുന്നു. മറ്റുള്ളവർ ചെയ്തതുപോലെ ഞാൻ വാതിൽ പടിയിൽ സ്പർശിച്ചു. അതിനുശേഷം കൈ തലയിൽ വെച്ചു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് വേഗത്തിൽ നടന്നു. അതിനുശേഷം അദ്ദേഹത്തെ വീണ്ടും കാണാൻ എനിക്ക് അവസരം ലഭിച്ചില്ല. ഞാൻ വേഗത്തിൽ വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തിയ ശേഷം ആരും കാണാതെ വീട്ടിൻ്റെ പുറകുവശത്തേക്ക് പോയി. പ്ലാവിൻ്റെ ചുവട്ടിലിരുന്നു. അപ്പോഴേക്കും ആ ആനന്ദ അനുഭവം കുറയാൻ തുടങ്ങി. എങ്കിലും ഒരു ആഴത്തിലുള്ള ശാന്തത കുറച്ചു സമയത്തേക്ക് തുടരുകയായിരുന്നു. അപ്പോൾ വീട്ടിനകത്ത് നിന്ന് അമ്മയുടെ ശബ്ദം കേട്ടു. ഇന്നെന്താ, ട്യൂഷനില്ലായിരുന്നോ? ഞാൻ മറുപടി പറഞ്ഞു, ഇന്ന് ട്യൂഷനില്ല. അമ്മ പറഞ്ഞു, അപ്പോൾ വന്ന് എന്തെങ്കിലും കഴിച്ചോളൂ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ വരാം. അടുത്ത ദിവസം ഞാൻ വീണ്ടും ട്യൂഷനിലേക്ക് പോയപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, ഇന്നലെ എന്താണ് സംഭവിച്ചത്? പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. എൻ്റെ ജീവിതത്തിൽ പല രഹസ്യാനുഭവങ്ങളും ഉണ്ടായിരുന്നു. അവയെ ഞാൻ മറ്റുള്ളവരോട് പറയാറില്ലായിരുന്നു. അവ വളരെ വിലപ്പെട്ടതാണെന്ന് ഞാൻ കരുതി. പിന്നീട് ആ സ്വാമിയുടെ പേര് ഗോപാലപിള്ള എന്നാണെന്നറിഞ്ഞു. എല്ലാവരും അദ്ദേഹത്തെ ഗോപാലസ്വാമി എന്നാണ് വിളിച്ചിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം ഞാൻ കണ്ടു. അതിൻ്റെ പേര് അരുൾമൊഴികൾ എന്നായിരുന്നു. ആ പുസ്തകത്തിൻ്റെ ആദ്യ പേജിലൊരു വാക്യമുണ്ടായിരുന്നു: ആനന്ദോഹം ആനന്ദോഹം അചലപരോഹം. അതിൻ്റെ അർത്ഥമിതാണ്: ഞാൻ ആനന്ദമാണ്, ഞാൻ ശുദ്ധമായ സന്തോഷമാണ്, എൻ്റെ മനസ്സ് അചഞ്ചലമാണ്. പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും അറിഞ്ഞു. ഗോപാലപിള്ള 1900 ഓഗസ്റ്റ് മാസത്തിൽ കൊല്ലങ്കോട് എന്ന സ്ഥലത്ത് ജനിച്ചു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീനാരായണപിള്ളയും അമ്മ കൊച്ചുകുഞ്ഞമ്മയുമായിരുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതരീതി വളരെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം പലപ്പോഴും മണിക്കൂറുകളോളം ധ്യാനത്തിൽ മുഴുകിയിരിക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം സൂര്യനെ നോക്കിയിരുന്നുകൊണ്ട് ആഴത്തിലുള്ള ധ്യാനത്തിലായിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇത് കണ്ടപ്പോൾ കുടുംബത്തിലെ മറ്റുള്ളവരോട് പറഞ്ഞു. പക്ഷെ അവരുടെ മറുപടി ഇതായിരുന്നു: അദ്ദേഹത്തെ തടയണ്ട, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ അനുവദിക്കൂ. അദ്ദേഹത്തിന് പിന്നീട് സാധാരണ ജീവിതത്തിൽ അധികം താൽപ്പര്യമില്ലായിരുന്നു. പഠനം പോലും അദ്ദേഹം അവസാനിപ്പിച്ചു. പകരം അദ്ദേഹത്തിന് കൂടുതൽ താൽപ്പര്യമുണ്ടായിരുന്നത് ആത്മീയമായ സ്ഥലങ്ങൾ സന്ദർശിക്കാനായിരുന്നു.
അദ്ദേഹം പതിവായി പോകുന്ന സ്ഥലങ്ങളിലൊന്നായിരുന്നു മുട്ടത്തറ. അവിടെ വിശാലമായ നെൽപ്പാടങ്ങളും അതിനുശേഷം മണൽത്തിട്ടകളും ഉണ്ടായിരുന്നു. അവിടെ നിന്നാൽ അറബിക്കടലിന്റെ നീലനിറം കാണാം. ചില സമയങ്ങളിൽ തിരമാലകൾ ശക്തമായി അടിച്ചുവരും. ചിലപ്പോൾ കടൽ വളരെ ശാന്തമായി കാണാം. ഇത്തരം പ്രകൃതി ദൃശ്യങ്ങൾക്കിടയിൽ ധ്യാനിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുമായിരുന്നു. ഗോപാലസ്വാമിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ ഇ.വി. പിള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഇരുവരും കൂടി മുട്ടത്തറ എന്ന സ്ഥലത്തേക്ക് പോകാറുണ്ടായിരുന്നു. അവിടെ വിശാലമായ നെൽപ്പാടങ്ങളുണ്ടായിരുന്നു. ആ പാടങ്ങളിലൂടെ നടക്കുമ്പോൾ അവർ പലപ്പോഴും വേദാന്തമെന്ന ആത്മീയ തത്വശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം അവർ മണൽക്കുന്നുകളുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഗോപാലസ്വാമി അവിടെയിരുന്ന് ധ്യാനത്തിലായി. അദ്ദേഹം വീരാസനം എന്ന യോഗാസനത്തിലിരിക്കുകയായിരുന്നു. കണ്ണുകൾ തുറന്ന നിലയിൽ തന്നെ മണിക്കൂറുകളോളം അചഞ്ചലമായിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. ധ്യാനാവസ്ഥയിൽ നിന്ന് പുറത്തുവരുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം മന്ദമായി എന്തോ മുറുമുറുക്കും. ചിലപ്പോൾ ഒരുവിധ കാരണവുമില്ലാതെ ഉറക്കെ ചിരിക്കാനും തുടങ്ങി. ഇതു കണ്ടപ്പോൾ ഇ.വി. പിള്ളയ്ക്ക് പലപ്പോഴും അല്പം ഭയം തോന്നിയിരുന്നുവെന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഇ.വി. പിള്ള പറഞ്ഞ മറ്റൊരു സംഭവവും ശ്രദ്ധേയമാണ്. മുട്ടത്തറയ്ക്കപ്പുറം പുന്തുറ എന്ന പ്രദേശത്തിന് സമീപം ഒരിക്കൽ വലിയ കാട്ടുപ്രദേശമുണ്ടായിരുന്നു. ആ സ്ഥലത്തെ ഒറ്റപ്പനമൂട് എന്നാണ് വിളിച്ചിരുന്നത്. പഴയകാലത്ത് അവിടെ ചിലപ്പോൾ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ കൊണ്ടുപോയി അടക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഉച്ചസമയത്ത് ഇ.വി. പിള്ളയും ഗോപാലസ്വാമിയും അവിടേക്ക് പോയി. അവിടെ അവർ ഒരു വിചിത്രമായ കാഴ്ച കണ്ടു. ചുട്ടുപഴുത്ത മണലിൽ ഒരു വയോധികൻ നഗ്നനായിരിക്കുകയായിരുന്നു. അവന്റെ തലമുടി ജടയായി കെട്ടിയിരുന്നു. ഗോപാലസ്വാമി ആ മനുഷ്യനെ കണ്ടപ്പോൾ അവന്റെ അടുത്തേക്ക് പോയി. ഇരുവരും പരസ്പരം ചേർന്നു നിന്നു. പിന്നെ ഗോപാലസ്വാമി ഇ.വി. പിള്ളയോട് പറഞ്ഞു, "നീ ഇവിടെ ഈ പുളിമരത്തിന്റെ കീഴിൽ കാത്തിരിക്കൂ." അതിനുശേഷം ആ രണ്ടുപേർ അടുത്തുള്ള ഒരു പനത്തോട്ടത്തിലേക്ക് നടന്നു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടും അവർ തിരിച്ചു വന്നില്ല. അതിനാൽ ഇ.വി. പിള്ളയ്ക്ക് അല്പം ആശങ്ക തോന്നി. അദ്ദേഹം പനത്തോട്ടത്തിലേക്ക് പോയി നോക്കി. അവിടെ ചെന്നപ്പോൾ രണ്ടുപേരും അടുത്തടുത്ത് കിടക്കുന്നത് കണ്ടു. അവർ രണ്ടുപേരും ആഴത്തിലുള്ള ഉറക്കത്തിലാണെന്ന് തോന്നി. ഇ.വി. പിള്ള അടുത്തെത്തിയപ്പോൾ ഗോപാലസ്വാമി പെട്ടെന്ന് എഴുന്നേറ്റു. പിന്നീട് ഇരുവരും വീട്ടിലേക്ക് തിരിച്ചുപോയി. ആ വിചിത്രനായ വൃദ്ധനെ ഗോപാലസ്വാമി പിന്നീട് പലപ്പോഴും കാണാറുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ ഗോപാലസ്വാമി ഒന്നും പറയാറില്ലായിരുന്നു. കാലം കടന്നപ്പോൾ ആത്മീയതയിൽ താൽപ്പര്യമുള്ള ചിലരുടെ ഇടയിൽ ഗോപാലപിള്ള ഗോപാലസ്വാമി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അർദ്ധരാത്രി സമയങ്ങളിൽ അദ്ദേഹം ചെറിയ സംഘങ്ങൾക്ക് ആത്മീയ പഠന ക്ലാസുകൾ എടുത്തിരുന്നു. അവിടെ വേദാന്തത്തിന്റെ അടിസ്ഥാന സത്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു. ഈ ക്ലാസുകളിലെ ഉപദേശങ്ങൾ പിന്നീട് അരുൾമൊഴികൾ എന്ന പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഗോപാലസ്വാമിക്ക് പോകാനിഷ്ടമായിരുന്ന മറ്റൊരു സ്ഥലവുമുണ്ടായിരുന്നു. അത് സമാധിത്തോട്ടം എന്നറിയപ്പെട്ട സ്ഥലമാണ്. അവിടെ രാംദാസ് സ്വാമി എന്ന യോഗിയുടെ സമാധിയുണ്ടായിരുന്നു. ജീവസമാധി എന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള സമാധിയാണ്. അതായത് ഒരു യോഗി ധ്യാനാവസ്ഥയിൽ തന്നെ സ്വമേധയാ സമാധിയിൽ പ്രവേശിക്കുകയും പിന്നീട് ശിഷ്യന്മാർ സമാധി അടയ്ക്കുകയും ചെയ്യുന്നു. ഗോപാലസ്വാമി അവസാനമായി ഒരു പ്രത്യേക പൂജ ചെയ്തത് ഈ സമാധിത്തോട്ടത്തിലാണ്. അന്നദ്ദേഹം തന്റെ അനുയായികളോട് പറഞ്ഞിരുന്നു, "ഇതെന്റെ അവസാന യാത്രയായിരിക്കാം." അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് കടുത്ത വയറുവേദനയുണ്ടായി. 3-ാം ദിവസം ഡോക്ടർമാർ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചു. ആദ്യം അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. പിന്നീട് മറ്റുള്ളവരുടെ നിർബന്ധം കാരണം ശസ്ത്രക്രിയയ്ക്ക് സമ്മതിച്ചു. അദ്ദേഹം ഒരു കാര്യം മുൻകൂട്ടി പറഞ്ഞു: ഒരു ശസ്ത്രക്രിയ മാത്രം പോരാ, വീണ്ടും മറ്റൊരു ശസ്ത്രക്രിയ കൂടി വേണ്ടിവരും. പിന്നീട് ഡോക്ടർമാരും അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. 2ാമത്തെ ശസ്ത്രക്രിയയ്ക്ക് കാത്തിരിക്കുമ്പോൾ ഗോപാലസ്വാമി തന്റെ കിടക്കയിലിരുന്നു. കുറച്ചു സമയം അദ്ദേഹം ആഴത്തിൽ ശ്വാസമെടുത്തു. പിന്നീട് പതുക്കെ പിന്നിലേക്ക് വീണു. അവിടെ ഉണ്ടായിരുന്നവർ അദ്ദേഹം വീണ്ടും ധ്യാനത്തിലായിരിക്കുമെന്ന് കരുതി. എന്നാൽ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അദ്ദേഹം ഇതിനകം തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞതായി അറിയിച്ചു. അങ്ങനെ 1960 മാർച്ച് മാസം 8-ാം തീയതി ഗോപാലസ്വാമി ഈ ലോകത്തോട് വിട പറഞ്ഞു. പുണ്യാത്മാക്കളെ, ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾക്കും കൂടുതൽ ആത്മീയ വീഡിയോകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുമല്ലോ. നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.